അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ കേരളത്തിലെ 24, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ആ ചോദ്യം നല്ല ചോദ്യമാണ്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഏത് സഭയാണ്? അത് സീറോ മലബാറാണോ, ലത്തീനാണോ, മലങ്കരയാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ഈ ശരിക്കും കത്തോലിക്ക സഭ ഏത് സഭയാണ്? ഞാൻ ഈ സുവിശേഷ വരെ തുടങ്ങുന്ന കാലത്ത് എന്നോട് വളരെ വിദൂരമായ ചില സ്ഥലങ്ങളിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കത്തോലിക്കരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മലങ്കരക്കാർ കത്തോലിക്കരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംശയമാണ്, ഈ ഏതാണ് ഈ ഒറിജിനൽ കത്തോലിക്ക സഭ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു വഴക്കുണ്ടാക്കിയിട്ടുള്ള കാര്യം പറ ഏതാണ് ഒറിജിനൽ കത്തോലിക്ക സഭ? ലത്തീൻ അല്ലേ? ഒന്ന് കരങ്ങളടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. എന്താണ് ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ? സീറോ മലബാർ എന്ന് പറയുകയാണ്. അതായത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, ഒത്തിരി ആളുകളുടെ തലയിൽ ഈ തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മലങ്കരക്കാർ പറയും മലങ്കരയാണ് ശരിക്കുള്ള കത്തോലിക്ക സഭ, സീറോ മലബാറുകാർ പറയും സീറോ മലബാറാണ് ശരിക്കുള്ള കത്തോലിക്ക സഭ, ലത്തീൻകാർ പറയും ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങളാണ് ശരിക്കുള്ള. അതായത് 93, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെ 93% കത്തോലിക്കന് ലത്തീൻകാരാണ്. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ലോകത്തെ 93% കത്തോലിക്കന് ലത്തീൻകാരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പുറകെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ലത്തീൻകാർ പറയും ഞങ്ങളാണ് മജോറിറ്റി, ഞങ്ങളാണ് ഒറിജിനൽ കത്തോലിക്ക സഭ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഈ 24 കൂടെ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കത്തോലിക്ക സഭ. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരാവിഷ്കാരം, സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഒരാവിഷ്കാരം, ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരാവിഷ്കാരം. ഇനി വേറെ ഉണ്ട്, എരിത്രിയൻ, എത്യോപ്യൻ, അർമേനിയൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി കാലതായ ഒരുപാട് സഭകളുണ്ട്. 24 വ്യക്തിഗത സഭകളുടെ സമൂഹമാണ്, കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ സീറോ മലബാർ, ലത്തീൻ, മലങ്കര ആരാധന പോലെ തന്നെ മറ്റ് 21 ആരാധനാക്രമങ്ങൾ സഭയിലുണ്ട്. അങ്ങനെ